Quality learning powered by Elegant Central Education and Research Center. കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കുട്ടിക്കൊമ്പൻ ക്ഷീണിച്ച് തളർന്ന് ഉറങ്ങുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ? ആ ഉറക്കത്തിനിടയിൽ എന്താണ് സംഭവിച്ചത്? വലിയ ഒരു ബഹളം കേട്ട് കുട്ടിക്കൊമ്പൻ ഞെട്ടി ഉണർന്നു. ആരുടെ ബഹളമായിരിക്കും കുട്ടിക്കൊമ്പൻ കേട്ടിരിക്കുക? ആരുടെ ബഹളമായിരിക്കും? കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന വഴിയിലാണ് നമ്മുടെ കുട്ടിക്കൊമ്പൻ ക്ഷീണിച്ച് കിടക്കുന്നത്. കുട്ടിക്കൊമ്പനെ കണ്ട മാത്രയിൽ കുട്ടികൾ പേടിച്ച് ബഹളം വെക്കാൻ തുടങ്ങി. നമ്മളും അങ്ങനെ തന്നെയല്ലേ? പോകുന്ന വഴിയിൽ ആനയെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക? പേടിച്ച് ഓടും. അതുപോലെ തന്നെ ഈ കുഞ്ഞുമക്കളും സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കുട്ടിക്കൊമ്പനെ കണ്ടപ്പോൾ ഒച്ച വെച്ച് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ആ ബഹളം കേട്ടാണ് നമ്മുടെ കുട്ടിക്കൊമ്പൻ ഉണർന്നത്. കുട്ടിക്കൊമ്പൻ എഴുന്നേൽക്കാൻ നോക്കി. ഇല്ല, ആവുന്നില്ല. തീരെ വയ്യ എന്ന് തോന്നുന്നു. പാവം ആനക്കുട്ടി, ഋഷിജിത്ത് പറഞ്ഞു. കുട്ടികളിലെ ഒരാളാണ് ഋഷിജിത്ത്. ഋഷിജിത്ത് എന്താ പറഞ്ഞത്? കുട്ടിക്കൊമ്പനെ എഴുന്നേൽക്കാൻ ആവുന്നില്ല, അവന് തീരെ വയ്യ എന്ന് തോന്നുന്നു. ബെല്ലടിക്കാറായി, വാ നമുക്ക് പോകാം. കുട്ടികൾ സ്കൂളിലേക്ക് നടന്നു. ബാക്കി കുട്ടികൾ എന്താ പറഞ്ഞത്? നമുക്ക് പോകാം, ബെല്ലടിക്കുന്ന സമയമായി. ഋഷിജിത്തിനും കൺമണിക്കും കുട്ടിക്കൊമ്പനെ പിരിയാൻ തോന്നിയില്ല. എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് നടന്നുവെങ്കിലും നമ്മുടെ ഋഷിജിത്തിനും കൺമണിക്കും ആനക്കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്തി പോവാനായിട്ട് തോന്നിയില്ല. കൺമണി, നിന്റെ ബാഗിൽ പഴമില്ലേ? ഋഷി ചോദിച്ചു. ഋഷിജിത്ത് എന്താ ചോദിച്ചേ? കൺമണി, നിന്റെ ബാഗിൽ പഴമില്ലേ? പാവം, നല്ല വിശപ്പുണ്ടാകും. ഋഷി പേടിച്ച് കുട്ടിക്കൊമ്പന്റെ നേർക്ക് പഴം നീട്ടി. ഋഷിജിത്ത് എന്താ ചെയ്തേ? കൺമണിയുടെ ബാഗിൽ നിന്നും പഴമെടുത്ത് പേടിച്ച് കുട്ടിക്കൊമ്പന്റെ നേർക്ക് പഴം നീട്ടി. എന്തുകൊണ്ടായിരിക്കും ഋഷിജിത്തിന് പേടി വന്നത്? ആനക്കുട്ടിയാണേ അല്ലേ? ആനക്കുട്ടി ആയതുകൊണ്ട് ഋഷിജിത്തിന് പേടിയുണ്ട്. എങ്കിലും ആനക്കുട്ടിയെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൻ പഴം കൊടുക്കാൻ തയ്യാറായത്. പക്ഷേ കൊടുക്കുന്ന നേരത്ത് അവന് അല്പം പേടിയുണ്ട്. എന്തെങ്കിലും ചെയ്താലോ, തുമ്പിക്കൈ നീട്ടി എന്തെങ്കിലും ചെയ്താലോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഋഷിജിത്ത് പേടിച്ച് കുട്ടിക്കൊമ്പന്റെ നേർക്ക് പഴം നീട്ടി. ഋഷിജിത്ത് കൊടുത്ത പഴം ആർത്തിയോടെ കുട്ടിക്കൊമ്പൻ പഴം അകത്താക്കി. ഋഷിയും കൺമണിയും സ്കൂളിലേക്ക് ഓടി. ഋഷിജിത്ത് പേടിച്ച് കുട്ടിക്കൊമ്പന്റെ നേർക്ക് നീട്ടിയ പഴം കുട്ടിക്കൊമ്പൻ ആർത്തിയോടെ അകത്താക്കി. എന്താ ആർത്തി വരാൻ കാരണം? കുട്ടിക്കൊമ്പൻ വിശന്ന് ദാഹിച്ച് അവശനായിട്ടിരിക്കുകയാണ് അല്ലേ? ആ സമയത്താണ് നമ്മുടെ ഋഷിജിത്ത് പഴം നീട്ടിക്കൊടുത്തത്. അപ്പോൾ വളരെ അത്യാഗ്രഹത്തോടെ ആ പഴം തുമ്പിക്കൈ നീട്ടി വാങ്ങി കഴിച്ചു. ഋഷിയും കൺമണിയും സ്കൂളിലേക്ക് ഓടി. എന്താ ഓടാൻ കാരണം? കുട്ടിക്കൊമ്പന്റെ അടുത്ത് നിന്ന് ബെല്ലടിച്ച സമയവും കഴിഞ്ഞു. അപ്പോൾ സ്കൂളിലേക്ക് എത്താൻ വൈകി അല്ലേ? ബാക്കി കുട്ടികളെല്ലാം സ്കൂളിൽ എത്തിക്കാണും. അതുകൊണ്ടാണ് ഋഷിയും കൺമണിയും സ്കൂളിലേക്ക് ഓടിയത്.
4 മണിയായി. സ്കൂൾ വിട്ടു. കൺമണിയും ഋഷിയും ആൽമരച്ചുവട്ടിൽ എത്തി. പൊന്തയ്ക്കു പിന്നിൽ അതാ കുട്ടിക്കൊമ്പൻ. 4 മണിയായി. സ്കൂൾ വിട്ടോടനെ നമ്മുടെ കൺമണിയും ഋഷിയും എവിടെ എത്തി? കുട്ടിക്കൊമ്പൻ കിടന്നിരുന്ന ആൽമരച്ചുവട്ടിൽ എത്തി. അവർ കണ്ടു. എവിടെയാ കണ്ടേ? ആൽമരച്ചുവട്ടിനടുത്ത് ഒരു പൊന്തക്കാടുണ്ട്, ചെറിയ ഒരു കുറ്റിക്കാടുണ്ട്. അതിൻ്റെ പിന്നിലായി അതാ കുട്ടിക്കൊമ്പൻ നിൽക്കുന്നു. തല കുലുക്കി തുമ്പിയാട്ടി അവൻ ഓടി വന്നു. എന്തുകൊണ്ടായിരിക്കും ഋഷിയെയും കൺമണിയെയും കണ്ടപ്പോൾ അവൻ ഓടി വന്നത്? രാവിലെ തളർന്ന് വിശന്ന് കിടക്കുന്ന നേരത്ത് ഇവരാണ് കുട്ടിക്കൊമ്പന് പഴം നൽകിയത്, അല്ലേ? ആ സ്നേഹമുള്ളതുകൊണ്ടാണ് കുട്ടിക്കൊമ്പൻ അവരെ കണ്ടപ്പോൾ പൊന്തക്കാട്ടിൽ നിന്നും ഓടി വന്നത്. നിനക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഇളം പുല്ല് തിന്നു. തോട്ടിൽ നിന്ന് വെള്ളവും കുടിച്ചു. കുട്ടിക്കൊമ്പനെ കണ്ട ഉടനെ നമ്മുടെ കൃഷിജിത്ത് എന്താ ചോദിച്ചേ? നിനക്ക് വിശക്കുന്നുണ്ടോ? കുട്ടിക്കൊമ്പൻ എന്താ മറുപടി പറഞ്ഞേ? ഞാനിവിടെ നിന്ന് കുറച്ച് പുല്ലും തോട്ടിൽ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ചു. നേരം വൈകി, വീട്ടിൽ പോകാം. കുട്ടികൾ വീട്ടിലേക്ക് നടന്നു. പിന്നാലെ കുട്ടിക്കൊമ്പനും. ഋഷിയും കൺമണിയും വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ പിന്നാലെ കുട്ടിക്കൊമ്പനും നടന്നു. അവർ വീട്ടിനടുത്തെത്തി. അച്ഛനും അമ്മയും കാണേണ്ട, ഇവൻ ഈ വാഴത്തോട്ടത്തിൽ നിന്നോട്ടെ. ഋഷിജിത്തും കൺമണിയും കൂടി തീരുമാനിച്ചു. അച്ഛനും അമ്മയും പെട്ടെന്ന് കണ്ടാൽ വഴക്കു പറയും. അതുകൊണ്ട് ഇവനെ നമുക്ക് ഈ വാഴത്തോട്ടത്തിൽ നിർത്താം. ഞാൻ എന്തെങ്കിലും തിന്നാൻ എടുത്തു വരാം, ഋഷി പറഞ്ഞു. ആനക്കുട്ടനോട് എന്തു പറഞ്ഞു? നീ തൽക്കാലം ഈ വാഴത്തോട്ടത്തിൽ ഒളിച്ചു നിന്നോ. അച്ഛനും അമ്മയും പെട്ടെന്ന് കാണണ്ട. നിനക്ക് തിന്നാനായി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഇവന് നമുക്കൊരു പേരിടേണ്ടേ? കൺമണിയും ഋഷിജിത്തും തമ്മിൽ ചോദിക്കുകയാണ്. ഇവന് നമുക്കൊരു പേരിടേണ്ടേ? ജഗ്ഗു എന്നായാലോ? കൺമണി ചോദിച്ചു. ജഗ്ഗു, ജഗ്ഗു, നല്ല പേര്, ഋഷി പറഞ്ഞു. അങ്ങനെ കൺമണി പറഞ്ഞ പോലെ ജഗ്ഗു എന്ന് കുട്ടിക്കൊമ്പന് പേര് നൽകി. ജഗ്ഗു, നിനക്ക് ആരുമില്ലേ? നിന്റെ വീട് എവിടെയാണ്? നീ എങ്ങനെ ഇവിടെ എത്തി? കുട്ടികൾ ജഗ്ഗുവിനോട് തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ചു. ജഗ്ഗു എല്ലാം പറഞ്ഞു. കൺമണിയും ഋഷിജിത്തും ജഗ്ഗുവിനോട് എല്ലാ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. നിനക്കാരുമില്ലേ? നിന്റെ വീട് എവിടെയാണ്? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അങ്ങനെ എല്ലാ വിശേഷങ്ങളും ജഗ്ഗുവിനോട് ചോദിച്ചറിഞ്ഞു. ജഗ്ഗു കൂട്ടം തെറ്റി വന്നതാണ് എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ഋഷിജിത്തും കൺമണിയും എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ അമ്മയെ ഫോണിൽ വിളിക്കാം. അമ്മയുടെ ഫോൺ നമ്പർ പറയൂ. ജഗ്ഗു, ഫോണോ? അതെന്താ? ഋഷി, ദൂരെയുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു ഉപകരണമാണത്. കുട്ടിക്കൊമ്പന് ഫോൺ എന്ന് പറഞ്ഞാൽ അറിയില്ല. കാരണം അവനൊരു മൃഗമാണ്, അല്ലേ? അതുകൊണ്ട് അവർക്ക് മനുഷ്യരുപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചൊന്നും അറിവില്ല. അതുകൊണ്ടാണ് ജഗ്ഗു ചോദിച്ചത്, ഫോണോ? അതെന്താ? ഋഷിജിത്ത് എന്താ മറുപടി പറഞ്ഞേ? ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരെയുള്ളവരോട് സംസാരിക്കുവാനുള്ള ഒരു ഉപകരണമാണത്. ഫോൺ ഇല്ലെങ്കിൽ
പത്രത്തിൽ വാർത്ത കൊടുക്കാം, കൺമണി പറഞ്ഞു. കൺമണി എന്താ പറഞ്ഞേ? നിന്റെ അമ്മയുടെ കയ്യിൽ, കുട്ടിക്കൊമ്പൻ്റെ അമ്മയുടെ കയ്യിൽ ഫോണില്ലെങ്കിൽ പത്രത്തിൽ നമുക്ക് വാർത്ത കൊടുക്കാം. പത്രം വായിച്ച് ആ വാർത്ത കണ്ടാൽ നിന്നെ അന്വേഷിച്ച് നിന്റെ അമ്മ ഇങ്ങോട്ട് വരും. അതിന് ഇവൻ്റെ അമ്മ പത്രം വായിക്കുമോ? കൃഷിജിത്ത് ചോദിച്ചു. അതിന് ആനക്കുട്ടിയുടെ അമ്മ പത്രം വായിക്കുമോ? അത് ശരിയാ, എങ്കിൽ ടെലിവിഷനിൽ കൊടുത്താലോ? ഉടനെ കൺമണി എന്താ പറഞ്ഞേ? അത് ശരിയാണ്, ഇവൻ്റെ അമ്മയ്ക്ക് പേപ്പർ വായിക്കാനായിട്ട് അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവൻ്റെ പടം ടെലിവിഷനിൽ കൊടുത്താലോ? നീ പേടിക്കേണ്ട ജഗ്ഗു, നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ അമ്മയുടെ അടുത്തെത്തിക്കും. ജഗ്ഗു, നീ ഒരു വിഷമവും വിചാരിക്കണ്ട, വൈകാതെ തന്നെ നിന്നെ ഞങ്ങൾ നിന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കും. കുട്ടിക്കൊമ്പൻ്റെ അമ്മയ്ക്ക് കുട്ടിക്കൊമ്പനെ പറ്റിയുള്ള വിവരങ്ങൾ എങ്ങനെയെല്ലാം കൊടുക്കാമെന്നാണ് കൺമണിയും ഋഷിയും തീരുമാനിച്ചത്. ഫോൺ വിളിച്ചോ, പത്രത്തിൽ കൂടിയോ, ടെലിവിഷനിൽ കൂടിയോ വിവരങ്ങൾ നൽകാമെന്നാണ് അവർ തീരുമാനിച്ചത്, അല്ലേ? ജഗ്ഗുവിന് അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.